സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. സാർ നമസ്തേ അയ്യപ്പദാസ്. സാർ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ മിസൈൽ ടെക്നോളജിയിൽ സ്ക്രാംജെറ്റ് എൻജിൻ ഉപയോഗിച്ചിട്ട് പുതിയ ചില മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചില പുതിയ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തതായിട്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് സാധാരണ ചൈന ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മിസൈൽ ടെക്നോളജിയിൽ 10 മിനിറ്റൊക്കെയാണ് അവരുടെ പോകുന്ന ദൂരം. എന്നാൽ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്ന ഈ പറയുന്ന എൻജിൻ അത് 20 മിനിറ്റ് വരെ പോകുന്നതാണ് എന്നാണ് പറയുന്നത്. സാർ, ഇത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഈ സ്ക്രാംജെറ്റ് എൻജിൻ ഈ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്ന് വ്യക്തമായി ഒന്ന് പറയാമോ സാർ? ഇന്ത്യ ലോകത്തില് ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാജ്യം കണ്ടുപിടിച്ചിട്ടുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ക്രാംജെറ്റ് എൻജിൻ ഈ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷണം നടത്തി. അതായത് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ശക്തി നൽകുന്ന എഞ്ചിനുകളാണ് സ്ക്രാംജെറ്റ് എന്ന് പറയുന്ന എഞ്ചിൻ. ഇത് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ അതിനുള്ളിലുണ്ടാവും. അത് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കുന്ന ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് ഇതിന്റെ പ്രൊപ്പല്ലന്റ്. അതാണ് അപ്പോൾ ഇതിന് വലിയ ത്രസ്റ്റ് കൊടുക്കുന്നതാണ്. ശബ്ദത്തെക്കാൾ 5 ഇരട്ടിയിലധികം, അതായത് മാക് 5-ലധികമാണ് ഇതിന്റെ വേഗത. ഇതുവരെ ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇതുവരെയും ലോകം കണ്ടുപിടിച്ചിട്ടില്ല. ഹൈപ്പർസോണിക്കിന് താഴെയുള്ളതാണ് സൂപ്പർസോണിക്. അത്തരം മിസൈലാണ് ബ്രഹ്മോസ്. ആ ബ്രഹ്മോസ് പോലും തടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോഴാണല്ലോ ഹൈപ്പർസോണിക്. അപ്പൊ ഇനി ഈ മിസൈലിന്റെ ഈ എഞ്ചിന്റെ പ്രത്യേകതകളിലേക്ക് ഞാൻ നോക്കാം. ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചു. തുടർച്ചയായിട്ട് 20 മിനിറ്റ് അത് ഗ്രൗണ്ട് ടെസ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതൊരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു ചരിത്രപരമായ നേട്ടമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞന്മാര് അതിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം വന്നത് എന്ന് ചോദിച്ചാൽ, ഈ സ്ക്രാംജെറ്റ് ഇതുവരെ അമേരിക്കയും ചൈനയും റഷ്യയുമാണ് ഈ മേഖലയിൽ പരീക്ഷണം നടത്തുന്നത്. അവിടെ ചൈനയാണ് ഇക്കാര്യത്തിൽ 10 മിനിറ്റ് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ക്രാംജെറ്റ് എഞ്ചിൻ രൂപം കൊടുത്തത്. 10 മിനിറ്റ്. പക്ഷെ ഇന്ത്യയുടെ എഞ്ചിൻ അതിന്റെ ഇരട്ടി സമയം തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു, 20 മിനിറ്റ്. അത് ഈ DRDOയുടെ മുൻ ചെയർമാനായിട്ടുള്ള സുധീർ മിശ്ര പറഞ്ഞത്, ഇത്രയും കാലം ഇന്ത്യ ഒരിക്കലും ലോകത്തെ നയിച്ചിട്ടില്ല. ലോകോത്തര ടെക്നോളജി നമ്മുടെ കയ്യിലില്ല യുദ്ധരംഗത്ത്. നമ്മൾ എപ്പോഴും അമേരിക്കയെക്കാളിലും റഷ്യയെക്കാളിലും ഒക്കെ എല്ലാ മേഖലകളിലും 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം ഒക്കെ പറയില്ല. ചൈനയെക്കാളിലും പലപ്പോഴും 10 കൊല്ലം പറയില്ല. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ചൈനയെക്കാളിലും അമേരിക്കയെക്കാളിലും നമ്മൾ വർഷങ്ങൾ മുൻപിലായി കഴിഞ്ഞു. അതാണ് ഈ 20 മിനിറ്റ് തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിൻ. ഈ എഞ്ചിന്റെ ഒരു എന്തുകൊണ്ടാണ് ഈ ടെക്നോളജി ഉണ്ടെങ്കിലും അമേരിക്കയ്ക്കൊന്നും ഇത് 20 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ഇത് പ്രവർത്തിക്കുമ്പോൾ വലിയ ചൂടുണ്ടാവും. ചൂടുണ്ടായിട്ട് പല എഞ്ചിന്റെ പല ഭാഗങ്ങളും ഉരുകിപ്പോകും. പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആക്റ്റീവ്ലി കൂൾഡ് സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്നൊരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതായത് ഇത് ചൂടുണ്ടാവുന്നതിനനുസരിച്ച് ഈ സിസ്റ്റത്തിനെ മൊത്തം തണുപ്പിക്കാനും പറ്റും. അങ്ങനെയാണ് ഈ ചൂടിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് അലോയികൾ, ആധുനിക അലോയികളാണ്. കോമ്പസിറ്റുകൾ എന്ന് പറയുന്ന കാർബൺ കോമ്പസൈറ്റ്സ് ഒക്കെ അത് ഒരുപക്ഷെ 5000 ഡിഗ്രിയെ പോലും തടുത്തു നിർത്തുന്ന ഉരുകാത്ത അത്തരം കോമ്പസിറ്റുകൾ. പക്ഷെ കോമ്പസിറ്റുകളുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഒക്കെ തന്നെ അവർ ഒരുപാട് കോമ്പസിറ്റ് മെറ്റൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ആക്റ്റീവ്ലി കൂൾഡ് സിസ്റ്റം, ആ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരു സമയത്ത് ഈ ചൂട് വർദ്ധിക്കുമ്പോൾ ഈ എഞ്ചിനെ തണുപ്പിക്കാനും മറ്റൊരു രീതിയിൽ ഈ സിസ്റ്റത്തിന് പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. 20 മിനിറ്റ് തുടർച്ചയായിട്ട് ഒരു എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2000 കിലോമീറ്റർ ദൂരമെങ്കിലും സഞ്ചരിക്കുന്ന ഒരു മിസൈലിന് ഇത് മതിയാകും. 2000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത്
വലിയൊരു നേട്ടമാണ്. കാരണം വളരെ സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ഇത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. 2000 അല്ല, 2500, 2600 കിലോമീറ്റർ വരെ ഇതിന് സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 20 മിനിറ്റിലധികം ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ 2500 കിലോമീറ്റർ ഒക്കെ ദൂരം സഞ്ചരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ തടുക്കാൻ അത് ലോകത്തിന് വളരെയധികം പേടിക്കേണ്ട വരും. ഈ മിസൈൽ ഇത് അണുവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണ്. 1 ടണ്ണിലധികം ഒക്കെയുള്ള ഭാരം ഈ മിസൈലിന് വഹിക്കാൻ പറ്റും. അത് ലോകത്തെ ഞെട്ടിക്കുകയാണ്. ഇപ്പൊ ഹൈപ്പർസോണിക് മിസൈലുകൾ 2 തരമാണ്. ഒന്ന് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. നമ്മൾ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ പരീക്ഷിച്ചിരുന്നു. അതായത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ അഥവാ കാരിയർ കില്ലർ മിസൈലുകൾ. വലിയ കപ്പലുകളെ ഒറ്റ മിസൈൽ കൊണ്ട് തറക്കാൻ പറ്റുന്ന ഒരു 1500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈല് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം ഒഡീഷയുടെ തീരക്കടലിൽ നിന്നും പരീക്ഷിച്ചിരുന്നു. അപ്പൊ ആ മിസൈലിനെക്കാളും വളരെയധികം പ്രഹരശേഷിയുള്ള മാരകമായ ഒരു മിസൈലായിരിക്കും ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ക്രൂയിസ് മിസൈലിന്റെ മാനുവറബിലിറ്റിയും ആ ക്രൂയിസ് മിസൈലിന്റെ സ്റ്റെൽത്തും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലിന്റെ വേഗതയും സംയോജിപ്പിക്കുന്ന ഒരു മിസൈലായിരിക്കും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇത് ഭൂമിയിൽ നിന്നും, അതായത് കടലിന്റെ മുകളിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ വെറും 10-15 മീറ്റർ ഉയരത്തിൽ മാത്രമായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. അതായത് റഡാറിന്റെ കണ്ണുകൾക്ക് ഒരു കാരണവശാലും ഇത് ദൃഷ്ടിയിൽ പെടില്ല. അത് മാത്രമല്ല, സാധാരണഗതിയിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ റഡാറുകൾ കണ്ടെത്തുമ്പോൾ തന്നെ ഏതാണ്ട് അത് അങ്ങ് ചെന്ന് കഴിഞ്ഞിരിക്കും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പുള്ള വേഗതയാണ്. അപ്പൊ ആ വേഗതയിൽ അത് അവിടെ ചെന്നിരിക്കുമ്പോൾ കണ്ടാലും പ്രയോജനമില്ല. പക്ഷെ ഇത് കാണാനും പറ്റത്തില്ല. അതാണ് ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഗ്ലൈഡ് വെഹിക്കിളിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് റഡാറിൽ കാണാൻ പറ്റും, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും ഇത് പിന്നെ അടുത്തെത്തി കഴിഞ്ഞിരിക്കും. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അത് കാണാനും പറ്റില്ല. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും മാനുവറബിൾ ആണ്, അതായത് അതിനെ നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ചിലപ്പം ഇതുപോലൊരു ക്രൂയിസ് മിസൈൽ വിട്ടിട്ട് നമുക്ക് തിരിച്ചു വിളിക്കാം. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് വേണ്ടെന്ന് തോന്നി അത് തിരിച്ചു വിളിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ലോകത്ത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആയിരിക്കും ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ആയുധം ഉടൻ തന്നെ നിർമ്മിക്കാനുള്ള ഒരു ശേഷിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിലാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്നുള്ളതാണ് ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത. നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ അത്തരം പ്രതിരോധ പദ്ധതികൾ വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ അത് നിർമ്മിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് വളരെ വേഗത്തിൽ, ഏതാണ്ട് ഒരു 5 വർഷത്തിനുള്ളിലാണ് നമ്മളിത് വികസിപ്പിച്ചെടുത്തത്. 2023-24 കാലഘട്ടത്തിൽ 700 സെക്കൻഡ്, അതായത് ഇപ്പൊ 1200 ആണ്, അതിന്റെ ഏതാണ്ട് പകുതിയോളം, പകുതിയിൽ ജസ്റ്റ് അധികം നമ്മൾ ഈ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് നമ്മൾ വിജയിച്ചിരുന്നു. ഈ വർഷത്തിന്റെ ആദ്യം ഇത് പിന്നെ ഈ ആക്റ്റീവ്ലി കൂൾഡ് മോഡൽ അല്ലാത്ത ഒരു എഞ്ചിൻ 1200 സെക്കൻഡോളം പ്രവർത്തിപ്പിക്കാൻ, 1000-ലധികം സെക്കൻഡ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പം ഇതിന്റെ ഏറ്റവും സുരക്ഷിതമായ വെർഷൻ ഗ്രൗണ്ട് ടെസ്റ്റ് വിജയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു മിസൈലിലേക്ക് ഘടിപ്പിച്ചിട്ട് അതിന്റെ ഒരു ട്രയൽ നമ്മൾ നടക്കും. അങ്ങനത്തെ ചില ട്രയലുകൾ നടന്നാൽ അത് മിസൈൽ തയ്യാറായി എന്നർത്ഥം. ആ ട്രയൽ വിജയിച്ചു കഴിയുമ്പോൾ പിന്നെ ഇത് സൈന്യത്തിന് കൈമാറും യൂസർ ട്രയലിലേക്ക്. ഒരു 2 വർഷത്തിനുള്ളിൽ ഇതിന്റെ യൂസർ ട്രയൽ 2030 ഒരുപക്ഷെ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യും, അതായത് ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടും. അത് ലോകം ഞെട്ടലോടാണ് അത് കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ എപ്പോഴും ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റു പലരുടെയും പിറകിലാണ്. ആദ്യമായിട്ട് നമ്മൾ അമേരിക്കയും ചൈനയുടെയും മുന്നിലെത്തിയ ഒരു ടെക്നോളജിയാണ് സ്ക്രാംജെറ്റ്. സ്ക്രാംജെറ്റും റാംജെറ്റും സൂപ്പർസോണിക് മിസൈലുകളിൽ റാംജെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് ഇത്രയും ശക്തിയില്ല. ഇത് നൽകുന്ന ത്രസ്റ്റ് മാക് 6 അടുപ്പിച്ചോ അല്ലെങ്കിൽ അതിലൊക്കെ വളരെ അധികമോ. ഇതിന്റെ ഒരുപാട് ഡെറിവേറ്റീവ് എഞ്ചിൻസ് ഇനി വരും. അതായത് വേണമെങ്കിൽ ഇതൊരു 5000 കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു മിസൈലാക്കി ഇത് രൂപാന്തരപ്പെടുത്താൻ ഈ എഞ്ചിന് അത്ര ശക്തി രൂപാന്തരപ്പെടും. അപ്പോ യഥാർത്ഥത്തിൽ വരും കാലങ്ങളിൽ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ക്രൂയിസ് മിസൈൽ ഇന്ത്യ നിർമ്മിച്ചാൽ, ഇന്റർ കോണ്ടിനെന്റൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള
മിസൈലുകളൊന്നും നിർമ്മിക്കാൻ ഇന്ത്യക്ക് അധികം ബുദ്ധിമുട്ടേണ്ട വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് സ്കെയിലബിൾ ആണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ടെക്നോളജി അത് സ്കെയിലബിൾ ആണ്. എത്ര വേണമെങ്കിലും അത് സാർ അതിന്റെ അതുപോലെ പരിധി സാർ വർദ്ധിപ്പിക്കാം. സാർ ഒന്ന് ഇടപെടുകയാണ് സാർ. ഈ സ്ക്രാംജെറ്റിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് സാർ പറഞ്ഞില്ലേ, അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചാണ് എന്ന്. അതൊന്നുകൂടെ ഒന്ന് പറയാമോ സാർ? ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ സാർ? അതായത് ഈ സാധാരണ മിസൈലുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഇന്ധനം ചിലപ്പോ പിന്നെ നമ്മുടെ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഇന്ധനം ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഖര ഇന്ധനമുണ്ട്, ദ്രവ ഇന്ധനമുണ്ട്. അപ്പം അത് നമ്മൾ തയ്യാറാക്കുന്ന ആ ഇന്ധനം അത് ജ്വലിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ ഇല്ലാതെ തീ കത്തില്ല. നമുക്കറിയാം, നമ്മൾ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഒരു മൂടിയിട്ട് അത് മൂടിക്കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കത്തുന്ന ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലും അതിന്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചാൽ എന്തുകൊണ്ടാണ് കെട്ടുപോകുന്നത്? ആ മെഴുകുതിരി കിടുന്നതിന്റെ കാര്യം അതിൽ ഓക്സിജൻ ഇല്ലാതാവും. ഈ മെഴുകുതിരി കത്തുമ്പോഴുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആ ഗ്ലാസിനുള്ളിൽ നിറയും. അതോടുകൂടി അത് പിന്നെ ഇല്ലാതാവും. ഇവിടെ ഈ മിസൈലുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഈ ഓക്സിജൻ ലിക്വിഡായിട്ട് ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വലിയ വെയിറ്റ് ആണ്. അതായത് മിസൈലിന് പോകാൻ പറ്റുന്ന ദൂരപരിധി അതുകൊണ്ട് കുറയും. മിസൈലിന്റെ ഇത്ര വെയിറ്റ് ഉള്ളതിന് വേഗത കുറയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്താലോ ഓക്സിജൻ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട, വെയിറ്റ് കുറയും. അപ്പൊ ഈ ഹൈപ്പർ അതായത് ഓക്സിജൻ പിന്നെ ഈ -250 അടുപ്പിച്ചാണ് കൂൾ ചെയ്യേണ്ടത്. അതായത് ക്രയോജനിക് ടാങ്കുകളിൽ വേണം സൂക്ഷിക്കേണ്ടത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഒറ്റയടിക്ക് തീരുകയാണ് ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നത്. ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എയർ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ആദ്യം അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുക്കും, അതിൽ നിന്ന് ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് പിന്നെ ജ്വലനത്തിനായിട്ട് ഇതിന്റെ ഇന്ധനത്തെ ജ്വലിക്കാനുള്ള ഓക്സിജനായിട്ട് മാറ്റിയെടുക്കുക. അത് വലിയ അത് പൂർണ്ണമായിട്ടും സാങ്കേതികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ സാങ്കേതിക പ്രക്രിയ അത് അച്ചീവ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമാണ്. നമുക്കത് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റുന്ന ഒരു നേട്ടമല്ല. ഇത് ഇപ്പോഴത്തെ ടെക്നോളജി അല്ല, വരും കാലത്തേക്കുള്ള ഒരു ടെക്നോളജിയാണ്. എന്തായാലും ശരി, നമ്മുടെ DRDO സാധാരണ ഒരുപാട് കാര്യത്തിൽ പഴകി വെക്കുന്ന DRDO ഇത് വളരെ വേഗത്തിൽ നിർമ്മിക്കുകയും വളരെ വിജയകരമായിട്ട് നിർമ്മിക്കുകയും ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്തു. അത് നിശ്ചയമായിട്ടും ഒരുപക്ഷെ നമ്മുടെ സമയം തീരാറായി കാണാം. ഞാൻ കൂടുതൽ താരതമ്യങ്ങളിലേക്ക് ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. എന്തായാലും ശരി, ഇത് ഇന്ത്യക്ക് ഒന്നാം നിര രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ലോകത്തിലെ ആദ്യത്തെ തവണയാണിത്. ഒരു ടെക്നോളജി, മിസൈൽ ടെക്നോളജിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് DRDOയുടെ തൊപ്പിയിലെ ഒരു തൂവൽ തന്നെയാണ്, ഒരു പൊൻതൂവൽ എന്ന് തന്നെ ഞാൻ പറയും. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു സർ. താങ്ക് യു.